ഹലോ ഗായ്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പുൽക്കൂട് ഉണ്ടാക്കാൻ പോകുന്നു കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. കാമോ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയ പുൽക്കൂടുണ്ട് കേട്ടോ. അത് നമ്മളെടുത്തിട്ട് വേറെ ഉണ്ടാക്കാൻ പോകും. അതേ സാധനത്തിൽ തന്നെ കാണിച്ചു തരാവേ. പഴയത് ഞാൻ കാണിച്ചു തരാം ആദ്യം. അപ്പോൾ കഴിഞ്ഞ വർഷം ഞങ്ങളുണ്ടാക്കിയ പുൽക്കൂട് ഇതായിരുന്നു കേട്ടോ. നമ്മൾ ഈ കാണുന്ന പലകയിലാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് കഴിഞ്ഞ വർഷത്തെ സെയിം പലക തന്നെയാണ്. പക്ഷെ നമ്മൾ ഈ പ്രാവശ്യം ഈ തെർമോക്കോൾ വെച്ചിട്ടാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ കാണിച്ചു തരാം കേട്ടോ. നമ്മളെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് തെങ്ങാട്ടോ മുറിച്ച് വെച്ചിരിക്കുന്നത്. ഈ തെങ്ങിൻ്റെ ഈ സംഭവമില്ലേ, ഇത് നമ്മളെടുക്കാൻ പോവാണ്. ഇത് നമ്മൾ തെങ്ങിൻ്റെയൊക്കെ തൊണ്ടില്ലേ, അതാണ് കേട്ടോ. ഇത് നമ്മളിങ്ങനത്തെ 2-3 എടുത്തിട്ടുണ്ട്. എന്നിട്ട് കറക്റ്റ് ഷേപ്പിലാക്കിയിട്ട് ഇപ്പം നമ്മൾ തെർമോക്കോളിൻ്റെ മേലെ ഇപ്പോൾ നമ്മൾ ഷേപ്പാക്കിയെടുത്ത് ഈ അവിടെ നമ്മൾ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. ഈ തെർമോക്കോളിൻ്റെ മേലെ വീടിൻ്റെ ഒരു ഷേപ്പ് പോലെ ആക്കിയെടുത്തിട്ടുണ്ട്. നമ്മളിതുപോലെ 2 മേൽക്കൂര ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ തെർമോക്കോളിൽ തന്നെയാണ് കേട്ടോ നമ്മൾ വീടുണ്ടാക്കാൻ പോകുന്നത്. അത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പലകയെ തന്നെ ഫിറ്റ് ചെയ്യുകയാണ്. ഇതുപോലെ തന്നെ സ്റ്റെപ്പൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. കൂടെ നമ്മൾ തൊണ്ടും ചകിരി അടക്കം സൈഡിലായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഒരു പാറയും മലയൊക്കെ പോലെ ആക്കാൻ വേണ്ടിയിട്ട്. പിന്നെ സൈഡിൽ കൂടെ ചെറിയ തോട് പോലെയൊക്കെ നമ്മളൊരു സ്പേസ് ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മളൊരു വെള്ളത്തുണിയിൽ ഇതുപോലെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് നന്നായിട്ട് കലക്കി അത് മുക്കിയെടുത്തതിന് ശേഷം നമ്മൾ ഈ നേരത്തെ എടുത്ത് വെച്ച ചകിരിയും തൊണ്ടിനകത്തോട്ടൊക്കെ നമ്മൾ നന്നായിട്ടൊന്ന് നിവർത്തിയിടുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഏകദേശം ഫുള്ളായിട്ട് തുണിയൊക്കെ വിരിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. നമുക്കിനി ഇത് ഉണങ്ങാൻ വേണ്ടി കുറച്ച് സമയം കൊടുക്കണം. അത് കഴിഞ്ഞ് നമ്മൾ ഈ ഉണങ്ങിയ തുണിയിലോട്ട് ബ്ലാക്ക് കളറിലുള്ള പെയിൻ്റൊക്കെ നന്നായിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വീടുണ്ടാക്കി അതിനകത്തോട്ടും അതിനനുസരിച്ചിട്ടുള്ള കളറ് അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മുടെ ഈ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ മുറ്റത്തോട്ട് വെക്കാൻ പോവുകയാണ്. നമ്മളിതിൻ്റെ സൈഡിലായിട്ട് മരങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. കുറച്ച് ആർട്ടിഫിഷ്യൽ പുല്ലൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വഴി കൂടെയൊക്കെ മരത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അത് നമുക്ക് രൂപം വെക്കാനുണ്ട്. നമ്മുടെ ഉണ്ണീശോ സെറ്റ് ചെറുതായതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ പുൽക്കൂടാണ് കേട്ടോ ഈ പ്രാവശ്യം ഉണ്ടാക്കിയത്. അപ്പോൾ ഞങ്ങളുടെ ഈ വർഷത്തെ പുൽക്കൂടൊക്കെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കിതിൻ്റെ നൈറ്റ് വ്യൂവും കൂടെ ഒന്ന് കാണാം കേട്ടോ.